നമസ്കാരം, ലൈഫ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ എം പി മണി, ഷൊർണൂർ. ഇന്നത്തെ വിഷയം പ്രമേഹമാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഈ ആശങ്കാജനകമായ വിധത്തിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് ചൈനയിലാണ്. രണ്ടാം സ്ഥാനം ഭാരതത്തിലാണ്. ഭാരതത്തിലത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നാണ് അറിയുന്നത്. വികസിത രാഷ്ട്രങ്ങളിലൊക്കെ ഇതൊരു 40-45 വയസ്സ് കഴിയുമ്പോഴാണ് കൂടുതൽ പേരിൽ കണ്ടുവരുന്നതെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലത് 25 വയസ്സ് കഴിയുമ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. വേറൊരു പ്രത്യേകത, ഈ പ്രമേഹം എന്ന് പറയുന്നത് മാറുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് ഒരുപാട് സങ്കീർണതകൾ ഉണ്ടാകുകയും ജീവിതം ദുരിതപൂർണ്ണമാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. ഈ പ്രമേഹത്തെ ഒരു രോഗം എന്ന് പോലും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ടൈഫോയിഡ്, ന്യൂമോണിയ, ക്യാൻസർ ഇതുപോലുള്ള ഒരു രോഗമല്ല. രക്തത്തിലെ പഞ്ചസാരയുടെ നില നിയന്ത്രിക്കാൻ ആവശ്യമായ ഇൻസുലിൻ്റെ നിലയിലുണ്ടാകുന്ന കുറവാണ് പ്രമേഹത്തിന് വഴിവെക്കുന്നത്. ഇത് ചികിത്സയിലൂടെ മുന്നോട്ട് പോകുന്നു. ഒരുപാട് പേരിൽ ഇത് കുറയുന്നില്ല, സങ്കീർണതകളാകുന്നു, കാഴ്ച പോകുന്നു, കാല് മുറിക്കേണ്ടി വരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ രോഗത്തിൻ്റെ അനന്തര ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവിയുള്ള സങ്കീർണതകളെക്കുറിച്ച് പറയുന്നത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെയാണ്. എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട ഒരു ബസ്സിൻ്റെ അവസ്ഥ എന്താണ് ഉണ്ടാകുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരു രോഗത്തിന് നമ്മൾ ചികിത്സിച്ചിട്ട് അതിന് ഫലം കിട്ടുന്നില്ലെങ്കിൽ, ചുരുങ്ങിയ വാക്കുകളിൽ അതിൻ്റെ അർത്ഥം ഈ രോഗവും ചികിത്സയും തമ്മിൽ ശരിയായ രീതിയിൽ ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടുന്ന പ്രതീക്ഷയിൽ ചോദിക്കും, പ്രമേഹത്തിന് എന്താ ചെയ്യണ്ടേ? അപ്പോൾ പ്രമേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ പറ്റും. ഈ പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ആഹാരത്തിൽ വരുത്തുന്ന ക്രമീകരണങ്ങൾക്ക് തന്നെയാണ്. രണ്ടാം സ്ഥാനം പതിവായി വ്യായാമം ചെയ്യണം എന്നുള്ള വിഷയത്തിലാണ്. മാനസിക സംഘർഷം കൈകാര്യം ചെയ്യാൻ പരിശീലിക്കുക എന്നുള്ളതാണ് അടുത്ത ഘടകം. കാരണം മാനസിക സംഘർഷം ഒരു പഞ്ചസാരയുടെ നില ഉയരാറുണ്ട്. അടുത്തത് അണുബാധയാണ്. ഇപ്പം ജലദോഷം വരുമ്പോൾ കുറേ പേർക്ക് പഞ്ചസാരയുടെ നില ഉയരും. അപ്പോൾ അത് ഈ അണുബാധയുടെ സാന്നിധ്യം കൊണ്ടാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ മരുന്നുള്ള സ്ഥാനം വരുന്നുള്ളൂ. ഇതൊന്നും പരിഗണിക്കാതെ പ്രഥമ സ്ഥാനം മരുന്നിന് കൊടുക്കും, മറ്റതെല്ലാം ഒഴിവാക്കും, ആരും ശ്രദ്ധിക്കില്ല. ഇതാണ് സത്യത്തിൽ പ്രമേഹ രോഗികൾക്ക് ദുരിതം നേർക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം. പിന്നെ വേറൊരു പ്രശ്നം വരുന്നത്, നമ്മുടെ നാട്ടിലെ കൂടുതൽ പ്രമേഹ രോഗികളും അരിക്ക് പകരം എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടും, ഗോതമ്പാണ്. ഗോതമ്പ് പ്രമേഹ രോഗികളുടെ ആഹാരത്തിൽ സുരക്ഷിതമല്ല എന്നാണ് പുതിയ അറിവുകൾ പറയുന്നത്. അതിൽ പ്രധാന കാര്യം, ഈ അനുജത്തിൻ്റെ കാര്യത്തിൽ അരിയും ഗോതമ്പും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പലരും പറയുന്നത് അരിയുടെ ആഹാരം കഴിക്കുന്ന അത്ര അളവിൽ ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിനപ്പുറം ഈ ഗോതമ്പിൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അടങ്ങിയിരിപ്പുണ്ട്. ഇത് കുറേ പേരുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകാൻ കാരണമാകും. നീർക്കെട്ടുണ്ടാകുമ്പോൾ പഞ്ചസാരയുടെ നില ഉയരും. അപ്പോൾ ചികിത്സയിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ വക കാര്യങ്ങളാണ്. പതിവായിട്ട് വ്യായാമം ചെയ്യണം. അപ്പോൾ പലരും ഇതിനും നിൽക്കാറില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് പേര് പറയുന്ന ഒരു അബദ്ധമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ സദ്യക്കൊക്കെ പോയിട്ട് നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ വന്നൊരു പൊട്ട് ഗുളികയൊക്കെ കഴിക്കുമെന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഒരുപാട് അബദ്ധവിശ്വാസങ്ങളുണ്ട്, അശാസ്ത്രീയതകളുണ്ട് ഈ ചികിത്സാ രംഗത്ത്. ഇതെല്ലാം തിരുത്തണം. ഒരുപാട് ഹൈ ഫൈബർ പ്രോട്ടീൻ ഡയറ്റാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് പയർവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കാം, വെളുത്തുള്ളി കഴിക്കാം, ഉലുവ കഴിക്കാം. ഇതിലെല്ലാം ഈ പഞ്ചസാരയെ നിയന്ത്രിക്കാനുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. എള്ള് കുതിർത്ത് കഴിക്കാം. അപ്പോൾ ആഹാരത്തിലൊരു കാര്യം ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ഈ അരിയാഹാരം ഒരു നേരമാക്കുക. യഥാർത്ഥത്തിൽ പ്രമേഹ രോഗികൾ 3 നേരം ആഹാരം എന്നുള്ള 5 നേരമായി കഴിക്കുക നല്ലത്. ഈ 3 ആഹാരത്തിനും ഇടയ്ക്ക് 2 ചെറിയ ആഹാരങ്ങൾ, അത് വേവിച്ച ചെറുപയറോ ഒരല്പം ഉപ്പ് ചേർക്കാതെ വറുത്ത നിലക്കടലയോ ഇതൊക്കെ ആകാം.
അപ്പോൾ രാവിലത്തെ ആഹാരം റാഗിയാണ് നല്ലത്. റാഗി കുറുക്കി കഴിക്കാം, പുട്ടുണ്ടാക്കി കഴിക്കാം, അടയുണ്ടാക്കി കഴിക്കാം, പല രൂപത്തിൽ കഴിക്കാം. ഒരു 10-11 മണിയാകുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ചെറുപയർ വേവിച്ച് കഴിക്കാം. ഉച്ചയ്ക്ക് ചോറുണ്ടാകും. അതുപോലെ 5 മണിയാകുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നിലക്കടല ഉപ്പിടാതെ വറുത്ത് കഴിക്കണമെന്നേ ഉള്ളൂ. രാത്രി റാഗി കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രമേഹ രോഗികളെല്ലാം മധുരം ഒഴിവാക്കും. ഉപ്പ് കൂടെ നിയന്ത്രിച്ചാലേ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുള്ളൂ. പഞ്ചസാരയുടെ നില പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകണമെങ്കിൽ ഉപ്പിൻ്റെ അളവും കൂടെ കുറയ്ക്കേണ്ടതുണ്ട്. പിന്നെ രാവിലെ 9 മണിക്ക് മുമ്പുള്ള വെയിൽ ഒരു അരമണിക്കൂർ കൊള്ളുക, വൈകിട്ട് പറ്റുമെങ്കിൽ 5 മണിക്ക് ശേഷമുള്ള വെയിൽ അരമണിക്കൂർ കൊള്ളുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പ്രമേഹം നിയന്ത്രണ വിധേയമാകും എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ പായസം കുടിക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്നും വരും. അപ്പോൾ ഇത്തരം ഈ വീഡിയോ കണ്ടതുകൊണ്ടോ ലേഖനങ്ങൾ വായിച്ചതുകൊണ്ടോ അത് ചികിത്സയായി ഉൾക്കൊള്ളാനോ അതുപോലെ ശീലിക്കാനോ ചെയ്യാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തരും കാര്യമായി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് ആ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു ബഹുഭൂരിപക്ഷം രോഗികൾക്കും ഒരു ഗുളിക പോലും കഴിക്കാതെ, പ്രമേഹത്തിൻ്റെ മരുന്നുകളൊന്നും കഴിക്കാതെ ഈ ഭാവി ജീവിതം എല്ലാ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ കഴിയും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വയം ചികിത്സയരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആഹാരം ക്രമീകരിക്കുക, ചികിത്സ ചെയ്യുക, അദ്ദേഹം പറയുന്ന എല്ലാ ഉപദേശങ്ങളും അനുസരിക്കുക. ഇതാണ് പ്രമേഹ ചികിത്സയിൽ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.